അധ്യായം 1 മുതൽ നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ 9 അധ്യായത്തിന്റെ 1-2 വായിച്ചാൽ അവിടെ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവും ഉണ്ട് എന്ന് എന്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിനാൽ സാക്ഷിയായിരിക്കുന്നു എന്നാണ് പറയുന്നത്. So I am telling the truth in Christ. I am not lying. My conscience testifies with me by the Holy Spirit that I have great sorrow and unceasing anguish in my heart എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പൊ ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു. എന്താണ് സത്യം? എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവും ഉണ്ടെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. So I am telling the truth in Christ. I am not lying. I have great sorrow and unceasing anguish in my heart. എന്തുകൊണ്ടാണ്? സോ ഇന്ന് അനേക ക്രിസ്ത്യാനികളുടെ ഹൃദയങ്ങളിൽ വലിയ ദുഃഖവും നോവും ഉണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എന്റെ ഹൃദയത്തിൽ വലിയ ദുഃഖവും നോവും ഉണ്ട് എന്ന്. എന്നാൽ ഇന്നത്തെ കാലത്തിൽ ക്രിസ്ത്യാനികൾക്കുള്ള ഹൃദയത്തിലുള്ള വലിയ ദുഃഖവും നോവും എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ, എങ്ങനെയുള്ള വേദനയാണ്, ദുഃഖമാണ് എന്ന് ചോദിച്ചാൽ, അത് ലൗകികമായ ഇല്ലെങ്കിൽ ഭൗമികമായ കാര്യങ്ങൾ മൂലമാണ് ആ വേദനയും നോവും ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ മൂലമാണ് ഈ വേദനയും നോവും സങ്കടവും അവരുടെ ജീവിതത്തിൽ വരുന്നത്. അതായത് അവരെടുക്കുന്ന ചില ഡിസിഷൻസ്, ചില തീരുമാനങ്ങൾ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വേണ്ടാതെ ചില കാര്യങ്ങളിൽ കൂടി ആയിരിക്കാം ഈ ദുഃഖവും ഈ വേദനയും വരുന്നത്. So lot of Christians have great sorrow and unceasing grief in their heart today. This sorrow and grief usually caused by some earthly matters or personal matters. എന്നാൽ ആ ദുഃഖവും ആ നോവല്ല ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നു. Paul did not have great sorrow concerning earthly matters. ഭൗമികമായിട്ടുള്ള കാര്യങ്ങളുടെ വിഷയത്തിലോ ഇല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ വിഷയത്തിലോ അപ്പോസ്തലനായ പൗലോസിന് ഒരു ദുഃഖവും നോവും ഉണ്ടായിരുന്നില്ല. Paul did not have unceasing grief in his heart concerning anyone who had taken advantage of him. അപ്പോസ്തലനായ പൗലോസ് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് പൗലോസിനെ ചിലർ മുതലെടുത്തു. എന്നാൽ അങ്ങനെ മുതലെടുത്തതിന്റെ കാരണം കൊണ്ട് ഇല്ലെങ്കിൽ ആ വിഷയം സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസിന്റെ ഹൃദയത്തിൽ ഒരു ദുഃഖവും വേദനയും ഉണ്ടായിരുന്നില്ല. Paul did not have bitter sorrow or unending grief because somebody harmed him or persecuted him or ill-treated him. അപ്പോസ്തലനായ പൗലോസിനെ അനേകർ ഉപദ്രവിച്ചിട്ടുണ്ട്. സോ അനേകർ പീഡിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തോട് മോശമായി പെരുമാറിയിട്ടുണ്ട്. സോ അപ്പോസ്തലനായ പൗലോസിനെ ഉപദ്രവിച്ചത് കൊണ്ടോ പീഡിപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് മോശമായി പെരുമാറിയത് കൊണ്ടോ അല്ല അപ്പോസ്തലനായ പൗലോസിന്റെ ഹൃദയത്തിൽ ഈ ദുഃഖവും ഈ നോവും ഉളവായത്. So Paul had great amount of sorrow or unceasing grief in his heart because Jewish people or Israelites were separated themselves from Jesus Christ. അപ്പോസ്തലനായ പൗലോസിന്റെ ഹൃദയത്തിൽ ഇത്ര വലിയ ദുഃഖവും ഇത്ര വലിയ വേദനയും നോവും ഉണ്ടാകാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, അതായത് ഇസ്രായേൽ ജനം യേശു ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടുപോയി.
സോ യേശു ക്രിസ്തുവിൽ നിന്ന് അകന്നു പോയി, യേശുവിനെ സ്വീകരിക്കാതെ, യേശുവിനെ അംഗീകരിക്കാതെ അവർ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോയി. ആ വിഷയമാണ് അപ്പോസ്തലനായ പൗലോസിന്റെ ഹൃദയത്തിൽ ഒരുപാട് ദുഃഖവും വേദനയും നോവും ഉണ്ടാക്കുന്നത്. So Paul is expressing deep spiritual sorrow for his fellow Israelites because many of them not accepted Jesus Christ. അതായത് അപ്പോസ്തലനായ പൗലോസിന്റെ സ്വന്തം ജനം, ഇസ്രായേൽ മക്കൾ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചില്ല, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചില്ല, യേശുവിനെ അംഗീകരിക്കേണ്ട രീതിയിൽ അവർ അംഗീകരിച്ചില്ല, അവർ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോയി. ഈ കാര്യം പൗലോസിന്റെ ഹൃദയത്തിൽ ഒരുപാട് ദുഃഖവും നോവും ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ഈ വചനത്തിൽ കൂടി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കണം, ഇന്ന് എത്ര ക്രിസ്ത്യാനികൾക്ക് ഇങ്ങനെയുള്ള ഒരു ദുഃഖവും നോവും അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ട്. സോ നമുക്ക് പണം നഷ്ടമായാൽ ദുഃഖം വരാം. സോ അധികാരം നഷ്ടമായാൽ നമുക്ക് നോവ് വരാം. നമ്മുടെ വസ്തുവകകൾ നഷ്ടമായാൽ നമ്മുടെ ഹൃദയങ്ങളിൽ വേദന വരും. എന്നാൽ ഒരു വ്യക്തി ക്രിസ്തുവിനെ അറിയാതെ, ക്രിസ്തുവിനെ അംഗീകരിക്കാതെ, ക്രിസ്തുവിൽ വിശ്വസിക്കാതെ, ക്രിസ്തുവിൽ നിന്ന് വേർപെട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ അപ്പോസ്തലനായ പൗലോസിന്റെ ഹൃദയത്തിൽ ഉളവായ ആ ദുഃഖവും ആ നോവും ആ വേദനയും ഉണ്ടാകുന്നുണ്ടോ? സോ അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. If any Christian doesn't have such grief, sorrow and pain in their heart, they do not have a right relationship with God the Father. അങ്ങനെ ഒരു നോവും അങ്ങനെ ഒരു ദുഃഖവും സങ്കടവും ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ ദൈവത്തോടുള്ള ബന്ധം തന്നെ ശരിയല്ല. അത് നമ്മൾ ചോദ്യം ചോദിക്കാം. ആ ബന്ധം ശരിയല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഉള്ള ഒരു നോവ് വരാത്തത്. ബാക്കി എന്തെങ്കിലും നഷ്ടമായാൽ നമുക്ക് വേദന വരും, നോവ് വരും, സങ്കടം വരും. എന്നാൽ ഒരു വ്യക്തി ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നത്, ക്രിസ്തുവിനെ അംഗീകരിക്കാതെ ക്രിസ്തുവിന് വിരുദ്ധമായി ജീവിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളങ്ങളിൽ ആ ഒമ്പരം, ആ വേദന, സങ്കടം, ദുഃഖം വരുന്നില്ലെങ്കിൽ ദൈവത്തോടുള്ള ഒരു ബന്ധത്തിൽ എന്തോ കുഴപ്പമുണ്ട് എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. സോ നമ്മൾ 3-ാം വചനത്തിലേക്ക് വരുമ്പോൾ, 3-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, സോ ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്കു വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേറുവിറ്റ് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. For I would wish that I myself were accursed from Christ for the sake of my brothers, my natural kinsmen എന്നാണ് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിക്കുന്ന 2 വാക്കുകൾ ഈ വചനത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട്, I am willing to be separated. ഞാൻ ക്രിസ്തുവിൽ നിന്ന് വേർപിരിയാൻ തയ്യാറാണ്. കണ്ടോ? So Paul knew that nothing will separate him from the love of Christ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് യാതൊന്നിനും തന്നെ വേർപിരിക്കാൻ കഴിയില്ലെന്ന് അപ്പോസ്തലനായ പൗലോസിന് നന്നായി അറിയുമായിരുന്നു. കാരണം നമ്മൾ ആൾറെഡി ധ്യാനിച്ച വിഷയമാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 38-39 അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്ന ഒരു കാര്യമാണ്. എന്താണ്
ഈ റോമർ 8:38-39 പറയുന്നത്? മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴത്തതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയില്ലെന്ന് ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ്. ആ വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ ക്ലിയർ ആയിട്ട് പറയും. For I am convinced that neither death, nor life, nor angels, nor principalities, nor things present and threatening, nor things to come, nor powers, nor height, nor depth, nor any other created thing will be able to separate us from the love of God which is in Christ Jesus our Lord. എന്നാണ്. സോ യാതൊന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഞാൻ വേർപിരിയാൻ തയ്യാറാണ്. When I see the condition of my brothers, I am willing to be separated from Christ and be cursed if only they can be saved. എന്നാൽ എന്റെ സഹോദരന്മാരുടെ ഒരു അവസ്ഥ, അവരായിരിക്കുന്ന ഒരു അവസ്ഥ കാണുമ്പോൾ ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഇതിൽ കൂടി എന്താണ് ഈ വചനത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു ആഗ്രഹമാണ്, അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു വിഷാണ്. എന്താണ് അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു ഡിസയർ, അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു പാഷൻ? അത് നമ്മൾ മനസ്സിലാക്കും. So this is an amazing passion that Paul had in his heart. പൗലോസിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഒരു അത്ഭുതകരമായ പാഷൻ നമുക്ക് കാണാൻ സാധിക്കും. So as you all know the passion of the Lord Jesus Christ, so അത് മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത്. എന്താണ് പാഷൻ? പാഷൻ വീക്ക് നമ്മൾ ആഘോഷിക്കുന്ന പാഷൻ വീക്ക്, പാഷൻ ഓഫ് ക്രൈസ്റ്റ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാക്കാണ്. എന്താണ് ഈ പാഷൻ എന്ന് പറയുന്നത്? ആക്ച്വലി ശരിക്കും മലയാളത്തിൽ ചോദിച്ചാൽ പാഷൻ മീൻസ് അഭിനിവേശം എന്നാണ്. അഭിനിവേശം എന്ന് പറയുമ്പോൾ ഡീപ്പ് ഇൻട്രസ്റ്റ് ആണ്, സ്ട്രോങ് ഡിസയർ ആണ്, തീവ്രമായ ഒരു ആഗ്രഹമാണ്, ഇന്റൻസ് ഡിസയർ. സോ അതിനാണ് ഈ പാഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഒരു അഭിനിവേശം അല്ലെങ്കിൽ തീവ്രമായ ഒരു ആഗ്രഹം, ഡീപ്പ് ഓർ ഇന്റൻസ് ഡിസയർ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഡിസയർ, ആ ഒരു ആഗ്രഹം യേശു ക്രിസ്തുവിലും ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ജീസസ് ക്രൈസ്റ്റ് വാസ് ഫിൽഡ് വിത്ത് ദി ഹോളി സ്പിരിറ്റ് and he had deep passion to die for sinners. അതായത് കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. സോ അതുകൊണ്ട് പാപികൾക്ക് വേണ്ടി മരിക്കാനുള്ള ഒരു വലിയ പാഷൻ, തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ even Paul was filled with the Holy Spirit, yet he wished that he himself were cursed and cut off from Christ for the sake of his people. അപ്പോസ്തലനായ പൗലോസും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ തന്റെ ജനത്തിനു വേണ്ടി ആരെല്ലാം ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ, യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാതെ ജീവിക്കുന്നുണ്ടോ, ആ ജനത്തിനു വേണ്ടി അവരെ വീണ്ടും ക്രിസ്തുവിലേക്ക് ചേർക്കാൻ വേണ്ടി താൻ തന്നെ ശപിക്കപ്പെട്ട് ക്രിസ്തുവിൽ നിന്ന്
വേർപെടാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. സോ അതാണ് നമ്മൾ പറയുന്നത് പാഷൻ എന്ന്, ഇന്റൻസ് ഡിസയർ എന്ന്. സോ ഇതിൽ കൂടി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. So when a man filled with the Holy Spirit, he gets the same passion. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ അവന്റെ ഉള്ളിലും ഇതുപോലെ ഒരു അഭിനിവേശം, ഇതുപോലെ ഒരു പാഷൻ അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പാഷൻ പ്രാപിക്കും. പരിശുദ്ധാത്മാവ് അവന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ഈ ഒരു പാഷൻ വരുന്നു. So the Holy Spirit gives you the same passion for souls, salvation for others. So പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ, ആ പരിശുദ്ധാത്മാവ് എനിക്കും നിങ്ങൾക്ക് തന്നെ ഈ ഒരു തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ഇല്ലെങ്കിൽ ഈ പാഷൻ നമുക്ക് നൽകും. എന്താ പാഷന്? നഷ്ടമായി പോയിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കളോടുള്ള ഒരു ഭാരം, മറ്റുള്ളവരുടെ രക്ഷയെക്കുറിച്ചുള്ള ഭാരം, ആ ഒരു പാഷൻ, ആ ഒരു തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം നമുക്ക് പരിശുദ്ധാത്മാവ് നൽകും. ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്, കാര്യങ്ങൾ ചെയ്യുന്നത്. സോ എന്നാൽ ഇന്ന് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, there are people who have a passion for making money, name and fame, and that passion is not from the Holy Spirit. ഇന്ന് ലോകത്തിൽ അനേകർ പണം, പേര്, പ്രശസ്തി എന്നിവ ഉണ്ടാക്കാനുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹം അല്ലെങ്കിൽ പാഷൻ അനേകരിൽ ഉണ്ട്. എന്നാൽ അങ്ങനെയുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ പാഷൻ പരിശുദ്ധാത്മാവിനാൽ വരുന്നതല്ല. സോ രണ്ടാമതായിട്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സോ ആരോടാണ് ഇത്ര വലിയ ഒരു ഫീലിംഗ് അപ്പോസ്തലനായ പാഷൻ അപ്പോസ്തലനായ പൗലോസ് കാണിക്കുന്നത്? ഏത് ജനത്തോടാണ് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയുള്ള ഒരു കാര്യം പറയുന്നത്? അവർക്ക് വേണ്ടി നോവ് അനുഭവിക്കുന്നത്, വേദന അനുഭവിക്കുന്നത് എങ്ങനെയുള്ള ജനമായിരുന്നു എന്ന് ചോദിച്ചാൽ, സോ അപ്പോസ്തലനായ പൗലോസിനെ ഉപദ്രവിച്ച ജനങ്ങളോടാണ് ഇങ്ങനെയുള്ള ഒരു അഭിനിവേശം, ഇങ്ങനെയുള്ള ഒരു പാഷൻ അപ്പോസ്തലനായ പൗലോസിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. These are the people who were persecuting Paul immensely. ഈ ജനമാണ് അപ്പോസ്തലനായ പൗലോസിനെ വളരെയധികം പീഡിപ്പിച്ചത്. These are the people who ordered him to be beaten. ഈ ജനമാണ് പൗലോസിനെ അടിക്കാൻ ഉത്തരവിട്ടത്. These are the people who were chasing him and trying to kill him. ഈ ജനമാണ് അപ്പോസ്തലനായ പൗലോസിനെ പിന്തുടരുകയും അപ്പോസ്തലനായ പൗലോസിനെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തത്. എന്നാൽ ഇങ്ങനെയുള്ള ജനത്തിന്റെ രക്ഷയ്ക്കായി അപ്പോസ്തലനായ പൗലോസിന്റെ ഹൃദയത്തിൽ വലിയ ഒരു ഭാരമുണ്ട്. അവരെ യേശു ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ ഹൃദയത്തിൽ ഒരുപാട് ആഗ്രഹമുണ്ട്. ആ ഒരു പാഷൻ, ആ ഒരു വാഞ്ചയാണ് അപ്പോസ്തലനായ പൗലോസ് ഈ വചനത്തിൽ കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 4-ാം വചനത്തിലേക്ക് വരുമ്പോൾ, 4-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്: അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്.
എന്താണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? Who are Israelites? To whom belongs the adoption as sons, the glory, the covenants, the giving of the law, the worship, and the promises. അപ്പൊ ആർക്കു വേണ്ടിയാണ് അപ്പോസ്തലനായ പൗലോസ് ഇത്ര വലിയ ഒരു പാഷൻ കാണിക്കുന്നത്? ആരാണ് ഈ ഇസ്രായേൽ? ആരാണ് യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാതെ യേശു ക്രിസ്തുവിൽ വേർപെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നു, അവർ ഇസ്രായേല്യർ. അവർ ഇസ്രായേല്യർ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. Who are these Israelites? അതാണ് വളരെ വ്യക്തമായിട്ട് ഈ വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. സോ ഈ വചനത്തിൽ ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ച അനേക പ്രിവിലേജസിനെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. We should understand the privileges of Israelites. ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ, അവരുടെ പദവികൾ, അവർക്ക് കിട്ടിയ ഭാഗ്യം ഈ വചനത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിനെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഈ വചനത്തിൽ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എന്താണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്? They were chosen people and brought into a special relationship with God as His people. So അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നു. ദൈവവുമായുള്ള ഒരു പ്രത്യേക ബന്ധത്തിലേക്ക് അവരെ ദൈവം തന്നെ വിളിച്ചു കൂട്ടി. സോ ദൈവത്തിന്റെ ജനമാക്കിയ ഒരു ഗ്രൂപ്പാണ്, പ്രിവിലേജ്ഡ് പീപ്പിൾ ആണ് ഈ ഇസ്രായേൽസ് എന്ന് പറയുന്നത് നമുക്ക് ഈ വചനത്തിൽ കാണാൻ സാധിക്കും. ഒന്നാമതായിട്ട് ഏതെല്ലാം പ്രിവിലേജസ് ആണ്, ഏതെല്ലാം പദവികളാണ് അവർക്ക് കിട്ടിയത് എന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് they were adopted as sons. പുത്രത്വം ഉള്ളവരാണ്. അവർക്ക് ലഭിച്ച ഭാഗ്യം, ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ച ഭാഗ്യത്തെ കുറിച്ചാണ് പറയുന്നത്. പുത്രത്വം ഉള്ളവരാണ്. സോ നമുക്ക് ഈ പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 22-ാം വചനം വായിക്കുമ്പോൾ അവിടെ ദൈവം പറയുന്നത്, നീ ഫറോഹനോട് യഹോവ ഈ പ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദ്യജാതൻ തന്നെ എന്നാണ് ഇവിടെ പറയുന്നത്. Then you shall say to Pharaoh, thus says the Lord, Israel is my son, my firstborn. See, എന്തോ ഒരു ഭാഗ്യമാണ്, എന്തോ ഒരു പ്രിവിലേജ് ആണ്. അപ്പോൾ ആരാണ് ഈ ഇസ്രായേൽ? The firstborn to the Lord Jehovah. അപ്പൊ അവരാണ്. സോ എന്റെ പുത്രൻ, എന്റെ ആദ്യജാതൻ എന്നാണ് ദൈവം അവരെ വിളിക്കുന്നത്. സോ അങ്ങനെയുള്ളവർ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോയപ്പോൾ വലിയ ഒരു സങ്കടം, വേദന അപ്പോസ്തലനായ പൗലോസിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നു. രണ്ടാമതായിട്ട് അവിടെ പറയുന്നത് തേജസ്, ഗ്ലോറിയെ കുറിച്ചാണ്. ഏത് തേജസ്സിനെ കുറിച്ചാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അവരുടെ ഭാഗ്യം നമ്മൾ ഓർക്കണം. This glory refers to God's manifest presence among Israel. ഈ തേജസ് ഇല്ലെങ്കിൽ ഈ മഹത്വം എന്നുള്ളത് ഇസ്രായേലിന്റെ ഇടയിൽ ദൈവത്തിന്റെ പ്രത്യക്ഷ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നത്. എന്താണ് പ്രത്യക്ഷ സാന്നിധ്യം? അത് മനസ്സിലാക്കണമെങ്കിൽ പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 34-35 വചനങ്ങൾ നമ്മൾ വായിക്കണം. ഏത് തേജസ്സിനെ കുറിച്ചാണ്, ഏത് ഗ്ലോറിയെ കുറിച്ചാണ്, ഏത് ഷെക്കീനായെ കുറിച്ചാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഗ്ലോറിയുടെ ഒരു പ്രിവിലേജ് എന്ന് ചോദിച്ചാൽ, അപ്പോൾ മേഘം
സമാഗമന കൂടാരത്തെ മൂടി. യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. So then the cloud covered the tent of meeting. The glory and brilliance of the Lord filled the tabernacle. Moses was not able to enter the tent of meeting because the cloud remained on it, and the glory and the brilliance of the Lord filled the tabernacle എന്നാണ്. So ഇതിൽ കൂടി നമ്മൾ മനസ്സിലാക്കണം, ഇസ്രായേൽ had the extraordinary privilege or experiencing God's presence in a special way. ഇസ്രായേൽ മക്കൾക്ക് അസാധാരണമായ ഒരു പദവി ലഭിച്ചു. എന്താണ് എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ സാന്നിധ്യം ഒരു പ്രത്യേക രീതിയിൽ അനുഭവിക്കുവാൻ അവർക്ക് സാധിച്ചു. ആ ഗ്ലോറിയെ കുറിച്ചാണ്, ആ തേജസ്സിനെ കുറിച്ചാണ്, ആ പദവിയെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ സംസാരിക്കുക. അങ്ങനെയുള്ള ഒരു പഴയ നിയമത്തിന്റെ കാലത്തിൽ വേറെ ആർക്കും ലഭിച്ചില്ല. അത് ഇസ്രായേൽ മക്കൾക്ക് മാത്രമാണ് ദൈവം അത് അനുഭവിക്കാൻ അനുവദിച്ചത്, കാണാൻ സാധിച്ചത്. മൂന്നാമതായിട്ട് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്ന മറ്റേ പദവിയെ കുറിച്ച്, നിയമങ്ങളെ കുറിച്ചാണ്. ദ കവനന്റ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ കവനന്റിന്റെ വിഷയത്തിൽ നോക്കുമ്പോൾ ഇസ്രായേലർക്ക് ലഭിച്ച ഒരു വലിയ പ്രിവിലേജ് ആണ്, പദവിയാണ്. സോ ആ പദവി, ആ ഒരു പ്രിവിലേജ് അവർക്ക് ലഭിച്ചത് കൊണ്ടാണ് ഈ ഒരു ഭാരം അപ്പോസ്തലനായ പൗലോസിന്റെ ഉള്ളിൽ. എന്താണ് ഈ നിയമങ്ങൾ എന്ന് പറയുന്നത്, കവനന്റ് എന്ന് പറയുന്നത്? God made several important covenants with Israel. So ഇസ്രായേലുമായി ദൈവം നിരവധി നിയമങ്ങൾ അല്ലെങ്കിൽ ഉടമ്പടികൾ ദൈവം ഉണ്ടാക്കി, അവരോട് ചെയ്തു. So these include the covenants with Abraham, Moses and David, and ultimately the promise of new covenant. അബ്രഹാമിനോട്, മോശയോട്, ദാവീദിനോട് ദൈവം ഉടമ്പടി ചെയ്തു. സോ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒടുവിൽ എന്താണ് സംഭവിച്ചത്? ദൈവം പുതിയ നിയമത്തിന്റെ വാഗ്ദാനവും ഇസ്രായേൽ മക്കൾക്ക് നൽകി. യേശു ക്രിസ്തുവിൽ കൂടി ഉണ്ടാക്കാൻ പോകുന്ന പുതിയ നിയമത്തിന്റെ സൂചനയും വാഗ്ദാനവും അവർക്ക് ലഭിച്ചു. So through these covenants, God revealed His purpose and promises concerning His people. ഈ നിയമങ്ങളിലൂടെ ദൈവം തന്റെ ജനത്തെ കുറിച്ചുള്ള തന്റെ ഉദ്ദേശ്യങ്ങളും വാഗ്ദാനങ്ങളും ദൈവം അതിൽ കൂടി, ആ ഉടമ്പടിയിൽ കൂടി, ആ നിയമങ്ങളിൽ കൂടി വെളിപ്പെടുത്തുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്ത ഒരു പ്രിവിലേജ് ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ച അടുത്ത പ്രിവിലേജ് ഏതാണ് എന്ന് ചോദിച്ചാൽ, ന്യായപ്രമാണം, ദ ലോ. ന്യായപ്രമാണത്തെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഇസ്രായേൽ received God's law through Moses. മോശയിലൂടെ ഇസ്രായേലിന് ദൈവത്തിന്റെ നിയമമാണ് ലഭിച്ചത്. മോശയിലൂടെ ദൈവം ന്യായപ്രമാണമാണ് ഇസ്രായേൽ മക്കൾക്ക് നൽകിയത്. എന്നാൽ ഈ ന്യായപ്രമാണം എന്താണ് വെളിപ്പെടുത്തുന്നത്? What the law of Moses revealed? The law reveals the holiness of God. നമ്മൾ മനസ്സിലാക്കണം, ന്യായപ്രമാണം എന്താണ് വെളിപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് ന്യായപ്രമാണം ദൈവത്തിന്റെ വിശുദ്ധിയെ വെളിപ്പെടുത്തുന്നു. The law of Moses reveals the holiness of God. അപ്പൊ ന്യായപ്രമാണം വായിക്കുമ്പോൾ ദൈവം എത്ര വിശുദ്ധിയുള്ളവനാണെന്നാണ് യഥാർത്ഥമായിട്ട് വായിക്കുന്നവൻ മനസ്സിലാക്കുന്നത്. രണ്ടാമതായിട്ട്, the law reveals God's standard for His people.
ന്യായപ്രമാണം തന്റെ ജനത്തിനു വേണ്ടിയുള്ള ദൈവത്തിന്റെ ഒരു നിലവാരം, സ്റ്റാൻഡേർഡിനെയാണ്, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിനെയാണ് വെളിപ്പെടുത്തുന്നത്. അതായത് തന്റെ ജനം, ദൈവം തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനം ഏത് സ്റ്റാൻഡേർഡിൽ ജീവിക്കണം എന്നുള്ളത് ന്യായപ്രമാണം വെളിപ്പെടുത്തുന്നു. So the law reveals God's standard for his people. പിന്നെ ന്യായപ്രമാണം എന്താണ് വെളിപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ, the law reveals how Israel should worship the Lord. അതായത് ന്യായപ്രമാണം ഇസ്രായേൽ മക്കൾ ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്ന് വളരെ ക്ലിയർ ആയിട്ട് വെളിപ്പെടുത്തുന്നു, വ്യക്തമാക്കി കൊടുക്കുന്നു. ഓരോരുത്തർക്ക് തോന്നുന്ന പോലെയല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. ദൈവത്തെ ഏത് രീതിയിൽ ആരാധിക്കണമെന്ന് ദൈവം തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് ന്യായപ്രമാണത്തിൽ കൂടി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. The law reveals how Israel should live together. ന്യായപ്രമാണം ഇസ്രായേൽ മക്കൾ എങ്ങനെ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളത് വെളിപ്പെടുത്തുന്നു. ജാതികളെ പോലെ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ തന്റെ ജനം, ദൈവം തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനം, അവർ ഒരുമിച്ച് ഇങ്ങനെ തന്നെ ജീവിക്കണം എന്നുള്ളത് ന്യായപ്രമാണം വെളിപ്പെടുത്തും. അങ്ങനെയുള്ള ഒരു പദവി, അങ്ങനെയുള്ള ഒരു പ്രിവിലേജ് ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ചു. അപ്പൊ ആരാണ് ഇസ്രായേൽ എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഇത്ര കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. വീണ്ടും അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ആരാധനയെ കുറിച്ചാണ്. ദ വർഷിപ്പ്. എന്താണ് വർഷിപ്പ് എന്ന് പറയുന്നത്? ഇസ്രായേൽ വാസ് ഗിവൻ ദ ടാബർനാക്കിൾ, priesthood, sacrifices and prescribed form of worship. അതായത് ഇസ്രായേൽ മക്കൾക്ക് ദൈവം സമാഗമന കൂടാരം, പൗരോഹിത്യം, യാഗങ്ങൾ, ആരാധന രീതികൾ എന്നിവ നൽകി. അവരെവിടെ ദൈവത്തെ ആരാധിക്കണം? പൗരോഹിത്യത്തിൽ കൂടി എങ്ങനെ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കണം, ഏതെങ്കിലും യാഗങ്ങൾ അർപ്പിക്കണം, ആ യാഗങ്ങൾ ഏത് രീതിയിൽ അർപ്പിച്ച് അവരെ ആരാധിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വർഷിപ്പ് എന്നുള്ള ഒരു പദവി അവർക്ക് ലഭിച്ചു. ആരാധന എന്നുള്ള ഒരു പദവി അവർക്ക് ലഭിച്ചു. They had the privilege of worshiping God. They had been taught how God was to be approached and worshipped under the old covenant. പഴയ നിയമത്തിന്റെ കാലത്ത്, പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ എങ്ങനെ സമീപിക്കണമെന്ന്, എങ്ങനെ ആരാധിക്കണമെന്ന് അവരെ പഠിപ്പിച്ചിരുന്നു. സോ അതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, അവർക്ക് ആരാധന ഏൽപ്പിച്ചു കൊടുത്തു. ആരാധന അവരുടെ കയ്യിലായി. ആരാധന എന്നുള്ള പദവി അവർക്ക് ലഭിച്ചു. വീണ്ടും അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആരാണ് ഇസ്രായേൽ? വാഗ്ദത്തങ്ങൾ. They received the promises. ദൈവത്തിൽ നിന്ന് വാഗ്ദത്തങ്ങൾ സ്വീകരിച്ചവരാണ്. So God gave Israel so many promises. These include promises concerning Abraham's descendants. ഇപ്പൊ ദൈവം ഇസ്രായേലിന് നിരവധി വാഗ്ദാനങ്ങളാണ് നൽകിയത്. ഇവയിൽ താഴെ പറയുന്ന വാഗ്ദാനങ്ങൾ ഉൾപ്പെടുന്ന, അതായത് അബ്രഹാമിനും അവന്റെ സന്തതികൾക്കും നൽകിയ വാഗ്ദാനങ്ങൾ ഇതിലുണ്ട്. പ്രോമിസ്ഡ് ലാൻഡ്, പാലും തേനും ഒഴുകുന്ന ദേശത്തിന്റെ ഒരു വാഗ്ദാനം അവർക്കുള്ളതാണ്. ബ്ലെസ്സിങ്സ് ടു ദി നേഷൻസ്, അപ്പൊ എല്ലാ ജാതികൾക്കും അവർ അനുഗ്രഹമായിരിക്കും.
അബ്രഹാമിന് അങ്ങനെയുള്ള ഒരു വാഗ്ദാനമാണ് ലഭിച്ചത്. ക്യാരി ഫോർവേഡ് ടു ഹിസ് ഡിസെൻഡൻസ്. അപ്പൊ എല്ലാ ജാതികൾക്കും ഒരു അനുഗ്രഹമായി ജീവിക്കും. പിന്നെ കമ്മിങ് ഓഫ് മെസ്സായ, മശിയായുടെ വരവിനെ കുറിച്ചുള്ള വാഗ്ദാനം. അപ്പൊ അവരിൽ കൂടിയാണ് മശിയ ഈ ലോകത്തിൽ വരുന്നത്. ആ ഒരു വാഗ്ദാനം അവർക്ക് ലഭിച്ചു. ഗോഡ്സ് ഫ്യൂച്ചർ പർപ്പസ് ഫോർ ഇസ്രായേൽ. ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഭാവി ഉദ്ദേശ്യം ദൈവം വാഗ്ദാനങ്ങളിൽ കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. സോ ഈ പ്രോമിസസ് അവർക്കാണ് ലഭിച്ചത്. അപ്പൊ ആരാണ് ഇസ്രായേൽ? അപ്പൊ ഇതെല്ലാം അപ്പോസ്തലനായ പൗലോസ് പറയും, ഇതെല്ലാം അവർക്കുള്ളതാണ്. All these things belong to them എന്നാണ് പറയുന്നത്. So the greatest privilege given to the Israel is mentioned in the next verse. എന്നാൽ ഇത്ര അനുഗ്രഹങ്ങളായല്ലോ. അതായത് നമ്മൾ എന്തെല്ലാം കണ്ടു? സോ അവർ പുത്രത്വം പ്രാപിച്ചവരാണ്. സോ ദൈവത്തിന്റെ പുത്രന്മാരായി ജീവിക്കുവാൻ വേണ്ടി പുത്രത്വം പ്രാപിച്ചവരാണ്, തേജസ് പ്രാപിച്ചവരാണ്, നിയമങ്ങൾ പ്രാപിച്ചവരാണ്, ന്യായപ്രമാണം പ്രാപിച്ചവരാണ്, ആരാധന പ്രാപിച്ചവരാണ്, വാഗ്ദാനങ്ങൾ പ്രാപിച്ചവരാണ്. സോ ഇതെല്ലാ അനുഗ്രഹങ്ങളും പ്രിവിലേജസ് അവർക്കുണ്ട്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് അടുത്തതായിട്ട് ഇവിടെ ഇതെല്ലാറ്റിനെക്കാട്ടിലും വലിയ ഒരു പ്രിവിലേജിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇസ്രായേലിന് നൽകപ്പെട്ട ഏറ്റവും വലിയ പദവിയെ കുറിച്ചാണ് ഈ 5-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിക്കുന്നത്. സോ എന്താണ് ആ പ്രിവിലേജ് എന്ന് ചോദിച്ചാൽ, റോമർ 9:5 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഇത്ര പ്രിവിലേജസ് മാത്രമല്ല, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ എന്നാണ്. To them belong to the patriarchs, and from them, according to his natural descent, came the Christ, he who is exalted and supreme over all, God blessed forever. Amen. അപ്പൊ എന്താണ് ഗ്രേറ്റസ്റ്റ് പ്രിവിലേജ് അവർക്കുള്ളത് എന്ന് ചോദിച്ചാൽ, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉദ്ഭവിച്ചത്. From them according to the flesh Christ came. അപ്പൊ ഇതാണ് എല്ലാത്തിന്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത്. Jesus Christ himself came from Israel according to human ancestry. യേശു ക്രിസ്തു തന്നെ മനുഷ്യവംശത്തിൽ ഒരു മനുഷ്യനായിട്ട്, മനുഷ്യപുത്രനായിട്ട് ഇസ്രായേലിൽ നിന്നാണ് വന്നത്. സോ ആ ഒരു പ്രിവിലേജ് അവർക്കുണ്ട്, ആ ഒരു ഭാഗ്യം, ആ ഒരു അനുഗ്രഹം അവർക്കുണ്ട്. So Paul is saying that Israel had received extraordinary privileges from God. എന്നാൽ ഇത്ര അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരാണ് ഈ ഇസ്രായേൽ. എന്നാൽ എന്താ സംഭവിച്ചു? But they did not respond to God in faith. എന്നാൽ അവർ ദൈവത്തോട് പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കാതെ വിശ്വാസത്തോടെ അവർ പെരുമാറിയില്ല. ദൈവത്തിൽ അവർ വിശ്വസിച്ചില്ല, ദൈവത്തെ ബഹുമാനിച്ചില്ല, ദൈവത്തെ അംഗീകരിക്കേണ്ട രീതിയിൽ അവർ അംഗീകരിച്ചില്ല. അവരെപ്പോഴും ദൈവത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചത്, അനുസരണക്കേടാണ് കാണിച്ചത്, അവിശ്വാസത്തോടെ ദൈവത്തെ അവർ അപമാനിച്ചു. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത് എന്താണ്? Israelites had all these privileges, but they abused those privileges എന്നാണ് പറയുന്നത്. ഇസ്രായേൽ മക്കൾക്ക് ഈ എല്ലാ പദവികളും ഉണ്ടായിരുന്നു, ഈ എല്ലാ ഭാഗ്യം അവർ കാണാനും അനുഭവിക്കാനും സാധിച്ചു, എല്ലാ അനുഗ്രഹങ്ങളും അവർ ഉണ്ടായിരുന്നിട്ടും അവർ
ആ പദവികളെ, ആ അനുഗ്രഹങ്ങളെ അവര് ദുരുപയോഗം ചെയ്തു എന്നാണ് പുസ്തകം. സോ ഇത് നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ്. ഇസ്രായേൽ എപ്പോഴും ക്രിസ്ത്യാനികൾക്ക് ഒരു പാഠമായിട്ട്, ഒരു ലെസൺ ആയിട്ടാണ് ദൈവം വെച്ചിരിക്കുന്നത്. സോ ഇത്രയെല്ലാം പ്രിവിലേജസ് കൊടുത്തിട്ട്, ഇത്രയെല്ലാം പദവികൾ കൊടുത്തിട്ട്, ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടും അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയി. ക്രിസ്തുവിനെ അംഗീകരിക്കേണ്ട രീതിയിൽ അവർ അംഗീകരിച്ചില്ല, വിശ്വസിക്കേണ്ട രീതിയിൽ അവർ വിശ്വസിച്ചില്ല, സ്വീകരിക്കേണ്ട രീതിയിൽ സ്വീകരിച്ചില്ല. ഇത് കണ്ടപ്പോഴാണ് അപ്പോസ്തലനായ പൗലോസിന്റെ ഹൃദയത്തിൽ ഒരുപാട് വേദനയും ഒരുപാട് നോവും ഒരുപാട് സങ്കടവും ഉണ്ടാക്കിയത്. ആ സങ്കടം ഓർത്തുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അയ്യോ, ഇവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ഞാൻ തന്നെ ശാപമായി ക്രിസ്തുവിൽ നിന്ന് അകന്നു പോയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ള ഒരു തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം, ആ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന പാഷൻ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സോ ഞാൻ ഇവിടെ വെച്ച് ഈ കാര്യം ഞാൻ നിർത്തുകയാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. അടുത്ത വീക്ക് നമുക്ക് ക്രിസ്ത്യാനികൾക്ക് ദൈവം നൽകിയ